നമ്മൾ അർജന്റീനയുടെ ഒരു കളിയിൽ കഴിഞ്ഞ കളിയിൽ ഒരു 100 വയസ്സുള്ള മെസ്സി ആരാധകൻ നിൽക്കുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു. അതുപോലെ നമ്മളുടെയൊക്കെ ഒരു തലമുറ എന്ന് പറയാൻ പറ്റില്ല, ജീവിച്ചിരിക്കുന്നവരുടെ അത്രയും ആരാധനയിൽപ്പെട്ട ഇതിഹാസങ്ങളാണ് ശരിക്ക് നമ്മുടെ മോഡ്രിച്ചും റൊണാൾഡോയും. അതുപോലെ തന്നെ മെസ്സിയെ പോലെ തന്നെ രണ്ടുപേരും ഇന്ന് മുഖാമുഖം വരികയാണ്. രണ്ട് ലെജൻസാണ് രണ്ട് രീതിയിൽ. ഇപ്പോൾ 2018 റണ്ണേഴ്സപ്പായ ക്രൊയേഷ്യയുടെ കൂടെ ഉണ്ടായിരുന്ന മോഡ്രിച്ചാണ്. ഇവർ രണ്ടുപേരുമാണ് ഇപ്പം നായകരായിട്ട് വരുന്നത്. അപ്പോൾ ആ കളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ക്രൊയേഷ്യ പോർച്ചുഗൽ കളിക്ക് അതിലൊരു ഇങ്ങനെയാണല്ലോ, ഒരാൾ തോറ്റുപോകും, ഒരാൾ ജയിക്കും. പക്ഷെ എന്നാൽ പോലും ആ കളി ഒരു ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും കാത്തിരിക്കുന്ന കളിയാണ്. ദിലീപ് അതിനെ ഒരു ആസ് എ ഫുട്ബോൾ റൈറ്റർ എങ്ങനെയാണ് കാക്കുന്നത്? ഇതിപ്പോ ഈ ലോകകപ്പ് തുടങ്ങുമ്പോ എല്ലാവരും എഴുതിയിട്ടുള്ള റൊണാൾഡോസ് ലാസ്റ്റ് ഡാൻസ്, മെസ്സിസ് ലാസ്റ്റ് ഡാൻസ്. ക്രൊയേഷ്യ എന്ന് പറഞ്ഞ ടീമിന്റെ അവസാനത്തെ ഡാൻസ് ആണ് ശരിക്കും. അവർ ഈ മോഡ്രിച്ച് ആ തലമുറ പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു മേജർ ടൂർണമെന്റിന്റെ സെമി ഫൈനലൊക്കെ കളിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെയും ഒരു തലമുറ വരും, അതെനിക്ക് ഉറപ്പാണ്. 96 തൊട്ട് 98 വരെ അവരിങ്ങനെ എല്ലാ മേജർ ടൂർണമെന്റിലും നന്നായി ചെയ്തിരുന്ന ഒരു ടീമാണ്. അതുപോലെ ഇനിയും വരും. പക്ഷെ ഇപ്പൊ ഒരു ഗ്യാപ്പ് വരാൻ പോവാണ് ഇവർ വിരമിക്കുമ്പോൾ. പോർച്ചുഗലിന് ആ പ്രശ്നമില്ല. പോർച്ചുഗലിന് ഇപ്പൊ റൊണാൾഡോ കളിച്ചാലും കളിച്ചില്ലെങ്കിലും അവര് കണ്ടന്റേഴ്സ് ആയിരിക്കും എന്തായാലും. അപ്പൊ അതാണ് എന്റെ ശ്രദ്ധയിൽ അതാണ് വരാൻ പോണത്. ഇപ്പൊ ക്രൊയേഷ്യക്ക് ശരിക്കും ഇത് അവസാനത്തെ ഒരു ചാൻസ് ആണ്. അവർക്കാണെങ്കിൽ പോർച്ചുഗലിനെതിരെ വളരെ മോശം റെക്കോർഡുമാണ്. 10 മാച്ചിൽ 1 ജയിച്ചിട്ടുള്ളത് ചരിത്രത്തിൽ. ഈ പോർച്ചുഗൽ നമ്മൾ ഇത്രയും തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു, ഈ ലോകകപ്പിലെ ഇപ്പോഴത്തെ ടീമുകളുടെ കൂട്ടത്തിൽ പോർച്ചുഗൽ ഒരു മികച്ച ടീം തന്നെയാണ്. പക്ഷെ അത്തരത്തിലുള്ള ഒരു പൊട്ടൻഷ്യലിലെ കളിയും വന്നിട്ടില്ല. മാത്രമല്ല കൊളംബിയയോടും DR കോങ്കോയോടും ഒക്കെ കളിച്ച കളി എന്ന് പറയുന്നത് വളരെ നിരാശാജനകമായിട്ടുള്ള കളിയാണ്. അപ്പൊ ഇനി ക്രൊയേഷ്യയോട് ഒരു മികച്ച കളി നമ്മൾ പ്രതീക്ഷിക്കണോ ഇന്ന്? എനിക്ക് തോന്നുന്നത് ഒരു യൂറോപ്യൻ ടീമിനെതിരെ അവർക്ക് കുറച്ചും കൂടി ഒരു ഫ്ലുവൻസി കിട്ടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും കുറച്ച് പ്രായമായ ഒരു ക്രൊയേഷ്യൻ ടീമിനെതിരെ അവർക്ക് സ്പീഡുള്ള കുറച്ച് കളിക്കാരുണ്ട്. അവരെ പക്ഷെ ആദ്യം തൊട്ടേ ഇറക്കണം. ഇപ്പൊ റൊണാൾഡോനെ എങ്ങനെ കളിപ്പിക്കും എനിക്ക് തോന്നുന്നില്ല ബെഞ്ച് ചെയ്യുന്നു. അപ്പൊ റൊണാൾഡോ കളിക്കുകയാണെങ്കിൽ മറ്റേ 2 വിങ്സിലും നല്ല സ്പീഡുള്ള കളിക്കാർ തന്നെ വേണം. അതിപ്പോ പെഡ്രോ നെറ്റോം ഫിലിക്സോ. ഞാൻ ശരിക്കും കളിപ്പിക്കുക ഒരാള് റാഫേൽ ലിയാവൻ. ആ ഫിസിക്കാലിറ്റി ഉണ്ട്, സ്പീഡും രണ്ടും ഉണ്ട്, ഗോൾ അടിക്കാനും അറിയാം. ക്രൊയേഷ്യയുടെ നല്ല സോളിഡ് ഡിഫൻസ് ആണ്, പക്ഷെ അവരത്ര ഫാസ്റ്റ് അല്ല. അപ്പൊ അത് നോക്കിയിട്ട് ടീമിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ വേണമെങ്കിൽ. പക്ഷെ ഇതുവരെ 12 ഷോട്ട് മാത്രം ഓൺ ടാർഗറ്റ് ഉണ്ടായിരുന്നു ഗ്രൂപ്പ് സ്റ്റേജിൽ. ഫ്രാൻസിനൊക്കെ ഇന്നലെ ഒരു മാച്ചില് അതിലും അധികം ഉണ്ടായിരുന്നു സ്വീഡനെതിരെ. അപ്പൊ അവര് ക്ലിക്ക് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഈ ഒരു ടീമിനെ ഇപ്പൊ നമ്മള് പ്രത്യേകിച്ചും ക്രൊയേഷ്യ പോർച്ചുഗൽ മത്സരം നടക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ അതിനകത്ത് ഏജിങ് എന്നുള്ളൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഫേഡിങ് എന്നൊക്കെ പറയും. അവരെ ഒരു ലെഗസി ഫേഡ് ചെയ്യാണെന്നൊക്കെ. അതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? കാരണം നമ്മളിതിൽ തന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്നേ ഉള്ളൂ ബെൽജിയത്തിന്റെ കാര്യമൊക്കെ. അപ്പം ഈ അത്തരത്തിൽ നമ്മൾ ക്രൊയേഷ്യനെ അങ്ങനെ അണ്ടർ റേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അണ്ടർ റേറ്റ് ചെയ്യണതിന്റെ 2 വശമുണ്ട്. ഒന്ന്, ഈ ഏജിങ് എന്ന് പറയുന്നതിന്റെ കൂടെ എക്സ്പീരിയൻസ്, അനുഭവം വരും. അത് വലിയൊരു കാര്യമാണ്. നോക്കൌട്ട് റൗണ്ടിൽ പ്രത്യേകിച്ചും അത് ഇവര് മുമ്പ് ഒരു ലോകകപ്പ് ഫൈനൽ കളിച്ചിട്ടുള്ള കളിക്കാര്, സെമി കളിച്ചിട്ടുള്ള കളിക്കാര്. അപ്പൊ അതിന്റെ അനുഭവം നമുക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങാനും പറ്റില്ല. അതൊരു പ്രത്യേക ഒരു കാര്യം തന്നെയാണ് ഇങ്ങനത്തെ കളിയിൽ വരുമ്പോൾ. പക്ഷെ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ എങ്ങാനും 120 മിനിറ്റ് കളിക്കേണ്ടി വന്നു, ഇപ്പൊ ഇന്നലെ ബെൽജിയമിനൊക്കെ കളിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, അതുപോലെ ആണെങ്കിൽ ഈ കളിക്കാർക്ക് അത് പിടിച്ചു നിൽക്കാൻ പറ്റുമോന്ന് അതൊരു വലിയൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് പോർച്ചുഗലിന് 5-6 സബ്സ്റ്റിറ്റ്യൂട്ട് ഇറക്കാൻ പറ്റിയ 6 പേരും കളി മാറ്റാൻ കഴിവുള്ള കളിക്കാർ, അല്ലാതെ വെറുതെ ബെഞ്ചിലിരിക്കണ ഏതോ കളിക്കാരല്ല. ഇതിലിപ്പം മോഡ്രിച്ചിനെ പറ്റി പറയുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ കേരളത്തിൽ കാത്തിരിക്കുന്നത് റൊണാൾഡോ എന്ന് തന്നെയാണ്. അത് എപ്പോഴായാലും അതിന്റെ ഫോളോവേഴ്സ് ഒരിക്കലും മാറുന്നില്ല. അപ്പൊ റൊണാൾഡോയുടെ ഇന്നത്തെ ഒരു കളി ഭയങ്കര പ്രഷറിലായിരിക്കും അവർ കളിക്കാന്ന് എനിക്ക് തോന്നുന്നു. ദിലീപ് എന്താ തോന്നുന്നു? തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ ബാക്കി ഇപ്പൊ വലിയ കളിക്കാരെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ലോകകപ്പിലത്തെ കളിക്കാരെ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. ഇപ്പൊ എംബാപ്പെ ഒരു ലോകകപ്പ് ഫൈനലിൽ ഗോൾ അടിച്ചിട്ടുണ്ട്. മെസ്സി പിന്നെ കഴിഞ്ഞ ഫൈനലില് ഗോൾ അടിച്ചു മാത്രമല്ല ജയിപ്പിച്ചു.
ഇപ്പൊ ഈ ലോകകപ്പ് അങ്ങനെ ഭയങ്കര ഒരു റേറ്റിലാണ് തുടങ്ങിയിട്ടുള്ളത്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതുവരെ ഒരു നോക്കൗട്ട് ഗോൾ പോലും അടിച്ചിട്ടില്ല ലോകകപ്പിൽ. 6ാമത്തെ ലോകകപ്പാണ്, 8 നോക്കൗട്ട് കളി കളിച്ചിട്ടുണ്ട്, ഒറ്റ ഗോളില്ല. അപ്പൊ തീർച്ചയായിട്ടും ആൾക്കാർ അത് എന്തായാലും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. ഇത് പണ്ട് മെസ്സിയെ പറ്റി പറയായിരുന്നു, വലിയ കളികളിൽ ഗോൾ അടിക്കില്ല. ബാഴ്സലോണിന്റെ അടുത്ത് ചെറുപ്പക്കാരനായിരുന്നു. പിന്നീട് വെംബ്ലിയിൽ ഒരു ഫൈനലിൽ ഗോൾ അടിച്ചിട്ടാണ് ആ ചർച്ച അവസാനം വരെ ഉണ്ടായിരുന്നു. കോപ്പ ജയിക്കാത്ത, ലോകകപ്പ് ജയിക്കാത്ത. അത് അന്താരാഷ്ട്ര ടീമിന് ക്ലബ് ലെവലിലും ഈ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ റൊണാൾഡോന്റെ കാര്യത്തിൽ എത്ര അന്താരാഷ്ട്ര ഗോൾ അടിച്ചാലും ഈ നോക്കൗട്ട് മാച്ചിൽ ഗോൾ അടിച്ചിട്ടില്ല എന്നുള്ള ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കും, അടിക്കണ വരെ. അപ്പൊ അത് കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കളിയാണ്. നമ്മള് ഒരു നോക്കൗട്ടിൽ അല്ല, അതിനു മുമ്പുള്ള ഗ്രൂപ്പ് സ്റ്റേജിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഉയർന്നു വന്നിട്ടില്ലാത്തൊരു ടീമാണ് സ്പെയിൻ. അതിൽ യാതൊരു സംശയമില്ല. കാരണം അത്രയും ഇതിനകത്ത് ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ പ്ലെയേഴ്സിന്റെ മെറിറ്റും അവരുടെ ഒരു പെർഫോമൻസ് കോഷ്യൻ്റ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സ്പെയിനിനെ പോലെ ഒരു പ്രതിഭാധനന്മാരുടെ ഒരു കൂട്ടുകെട്ടില്ല. പക്ഷെ അവർ ഇന്ന് ഓസ്ട്രിയയായിട്ട് ഏറ്റുമുട്ടുന്ന സമയത്ത് നമുക്ക് പേടി വരും. കേപ്പ് വെർദയുമായിട്ടുള്ള ഡ്രോ, ഉറുഗ്വേ ആയിട്ടുള്ള ജസ്റ്റ് ജയം, ഇതൊക്കെ വെച്ചിട്ട്. അപ്പം അതിനകത്ത് ഈ പ്രതിഭാധനന്മാരായ കളിക്കാരെന്ന് പറയുമ്പോൾ നമുക്ക് നിക്കോ വില്യംസ്, അല്ലെങ്കിൽ ലാമിൻ യമാൽ, എറമി പീക്കോ, ഇങ്ങനെയൊക്കെയുള്ള കളിക്കാരെ ദിലീപ് എപ്പോഴും പറയുന്ന ആൾക്കാരാണ്. അവരൊന്നും ഒരു പെർഫോമൻസ് നമ്മൾ ഇതിലേക്ക് കണ്ടിട്ടില്ലല്ലോ. യമാലിന്റെ പെർഫോമൻസിനെ പറ്റി വലിയൊരു ആശങ്കയില്ല. എന്താ വെച്ചാൽ അത് പരിക്ക് കഴിഞ്ഞ് വരുന്ന ഒരു കളിക്കാരൻ. അപ്പൊ കുറച്ച് പതുക്കെ ഒരു റിതം, താളം എത്തി വരാൻ കുറച്ച് 1-2 മാച്ച് എടുക്കും. നിക്കോ വില്യംസ് തീരെ ഒരു ഫ്ലുവൻസി കാണിക്കാൻ പറ്റിയിട്ടില്ല. അതാണ് ഒരു വലിയ വ്യത്യാസം ഈ ടീമും 24 യൂറോ ജയിച്ച ടീമും തമ്മിൽ. അതിൽ അവർ രണ്ടുപേരും ഭയങ്കര ഫോമിലായിരുന്നു. ഇപ്പൊ ഇന്ന് നിക്കോ വില്യംസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് എനിക്ക് സംശയം. മിക്കവാറും ഒരു അലക്സ് ബൈനെ തന്നെ കളിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ആ രണ്ട് ഭാഗത്തു നിന്നുള്ള ത്രെറ്റ് ഒരേപോലെയല്ല. പക്ഷെ ഓസ്ട്രിയയുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വലിയൊരു പ്രശ്നം എന്താണെന്ന്, അവരുടെ 2 പ്രധാനപ്പെട്ട കളിക്കാർ മാർസൽ സാബിറ്റ്സർ മിഡ്ഫീൽഡിലും കോൺറാഡ് ലൈമർ സാധാരണ ഫുൾ ബാക്ക് ആയി കളിക്കുന്നത്. ഇവർക്ക് രണ്ടുപേരും, ഇവരാണ് കുറെ മുന്നേറി അവർക്ക് ചാൻസസും ഷോട്ട്സും ഒക്കെ എടുക്കുന്നതും ഇവരും കൂടിയാണ്. പക്ഷെ ഈ കളിയിൽ ഇപ്പൊ ലേമർ ആണെങ്കിൽ തീർച്ചയായിട്ടും സ്പെയിനിന്റെ വിങ്ങേഴ്സിന്, അതിപ്പോ യമാലായാലും മറ്റവിടെ ആരാ കളിക്കുന്നതനുസരിച്ച് അവരെ വളരെ സൂക്ഷ്മതയോടുകൂടി വാച്ച് ചെയ്യേണ്ടി വരും. സാബിറ്റ്സർക്ക് പെഡ്രിയോ, ഫാബിയൻ റൂയിസ് ആരാണ് ആ എഞ്ചിൻ റൂമിലുള്ള അവരെ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പൊ അവരുടെ അറ്റാക്കിംഗ് ഔട്ട്പുട്ട് കാര്യമായിട്ട് ഓസ്ട്രിയക്ക് കിട്ടാൻ പോകുന്നില്ല. അത് അവരുടെ ആകെപ്പാടുള്ള കൗണ്ടർ അറ്റാക്കിംഗ് ഗെയിം തന്നെ മാറ്റാൻ സാധ്യതയുണ്ട്. ഓസ്ട്രിയ എത്തിയ രീതിയും ഒരു നാടകീയമായ രീതിയിൽ എത്തിയാണല്ലോ, ഒരു ഡോമിനന്റ് ആയിട്ടുള്ള ഇതൊന്നുമല്ല. പക്ഷെ ദിലീപ് എപ്പം പറയുന്ന സംഗതിയുണ്ട്. കാരണം ഒരു ഡിമോളിഷിങ് ഫാക്ടർ കൂടുതലുള്ള ടീമാണ് ഓസ്ട്രിയ. കാരണം ഓസ്ട്രിയ എപ്പോഴും പൊട്ടിത്തെറിക്കാം എന്നുള്ളൊരു സംഗതിയുണ്ട്. അത് സ്പെയിനിന്റെ അടുത്തൊക്കെയാണ്. അതായത് നന്നായിട്ട് കളിക്കുന്ന ഒരു ടീമിനെയാണ് അവർക്ക് ഇപ്പോഴും തോൽപ്പിക്കാൻ പറ്റുക. ആ ഒരു സാധ്യത ഇന്നുണ്ടോ? വലുതായിട്ട് കാണുന്നില്ല. ഞാനിപ്പോ ഈ റൗണ്ടിൽ നമ്മൾ നിറയെ അട്ടിമറികളും ഇതും അവസാന മിനിറ്റില് കളികൾ മാറുന്നതൊക്കെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത് സ്പെയിനിന് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കളിയാണ്. എന്താ വെച്ചാൽ ഈ ഓസ്ട്രിയ വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ടീമാണ്. ഇപ്പൊ കേപ്പ് വെർഡയുടെ എതിരെയോ ഉറുഗ്വേയുടെ എതിരെയോ ഒന്നും നമുക്ക് പ്ലാൻ ചെയ്യാൻ അത്ര, കേപ്പ് വെർഡയെ പറ്റി ഒന്നാമത് ആർക്കും ഒന്നും അറിയില്ലായിരുന്നു. ഉറുഗ്വേ അങ്ങനത്തെ വളരെ എന്താ പറയുക ഒരു ഇറാറ്റിക് ആയിട്ടുള്ളൊരു ടീമാണ്. അപ്പൊ അവർക്ക് ശരിക്കും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഇത് ഓസ്ട്രിയ ആദ്യത്തെ മിനിറ്റ് തൊട്ട് എന്ത് ചെയ്യുന്നു നമുക്ക് ഒരു ടെലിഗ്രാഫ് ഇത് പോലെയാണ്. അപ്പൊ അത് എനിക്ക് തോന്നുന്നില്ല സ്പെയിനിന് വലിയ പ്രശ്നമായിരിക്കും. പക്ഷെ അവരുടെ മികച്ച കളിക്കാരുടെ അടുത്ത് നിന്ന് അവർക്ക് കുറച്ചും കൂടി കിട്ടണം. ഇപ്പൊ സ്പെയിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ ശരിക്കും യങ്സ്റ്റേഴ്സ് കൂടുതലുള്ള, അല്ലെങ്കിൽ ഒരു വളരെ ടാലന്റഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് ഏറ്റവും കൂടുതലുള്ള ടീമാണ് ശരിക്കും പറഞ്ഞാൽ സ്പെയിൻ. അപ്പൊ സ്പെയിനിന്റെ ഒരു ഫ്യൂച്ചർ അളക്കാവുന്ന ഒരു കളിയായിരിക്കും ഇന്നത്തെ കളി. ഇതവർക്ക് തീർച്ചയായിട്ടും ജയിക്കണം. എന്ന് വെച്ചാൽ ഇനിയുള്ള വരാൻ പോണ മാച്ചസ് ഇനിയും ടഫ് ആവാൻ പോണുള്ളൂ. മിക്കവാറും പോർച്ചുഗൽ അല്ലെങ്കിൽ ക്രൊയേഷ്യയാണ് അടുത്ത റൗണ്ടിൽ ഇത് ജയിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അതിനിങ്ങനെ ടഫായി വരികയുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഒരു കളിയില് ഒരു നല്ല രീതിയിൽ ജയിച്ചാൽ കളിക്കാർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും. ഇന്നത്തെ അല്ല, നാളെ രാവിലെയാണ് നടക്കാൻ പോകുന്നത് ആ കളി എന്ന് പറയുന്നത്. അൾജീരിയയും സ്വിറ്റ്സർലൻഡും തമ്മിലാണ്.
അതിനകത്ത് സ്വിറ്റ്സർലൻഡിന് ഈ അടുത്ത കാലത്തുള്ള പെർഫോമൻസിലെ മികവ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഈ ലോകകപ്പിൽ ഞാൻ ഏറ്റവും പിന്നെ ഇപ്പോൾ ഓർമ്മിക്കുന്ന സാധനം ആദ്യത്തെ നമ്മുടെ ഇന്റർവ്യൂവിൽ അൾജീരിയയെ പറ്റി ദിലീപ് പറഞ്ഞ സംഗതിയാണ്. കാരണം വെച്ചാൽ മികച്ച കളിക്കാരെയൊക്കെ മാറ്റി നിർത്തി അർജന്റീനയോട് നമ്മൾ എന്തായാലും ജയിക്കാൻ പോകുന്നില്ല, കാത്തിരിക്കാം, നമുക്ക് അങ്ങോട്ട് ആ ഒരു മുന്നേറ്റത്തിന്റെ സ്ട്രാറ്റജി നന്നായിട്ടുള്ള ഒരു ടീമാണ് അൾജീരിയ. ഇന്നിപ്പം സ്വിറ്റ്സർലൻഡിനെതിരെ അവർക്ക് അത് പ്രയോഗിക്കാൻ പറ്റുമോ? പ്രയോഗിക്കാൻ പറ്റും ഒരു പരിധി വരെ. എന്താ വെച്ചാൽ റിയാദ് മാഹ്റസിന്റെ പ്രശ്നം എന്താ വെച്ചാൽ 120 മിനിറ്റ് പോട്ടെ 90 മിനിറ്റ് പോലും ഫുൾ ഇന്റൻസിറ്റിയോടുകൂടി കളിക്കാൻ കഴിവില്ല. അപ്പൊ ആ മാഹ്റസിന്റെ 60 മിനിറ്റ് അവരെങ്ങനെ മാനേജ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും ശരിക്കും. എന്താ വെച്ചാൽ സ്വിറ്റ്സർലൻഡ് നല്ലൊരു ഫിസിക്കൽ ടീമാണ്. മറ്റേ ഗ്രാനിറ്റ് ഷാക്ക അങ്ങനത്തെ കളിക്കാരൊക്കെ, റോമിയോ ഫ്യൂള്, ഇവരൊക്കെ മാഹ്റസിനെ ശരിക്കും ശ്രദ്ധിക്കുകയും ചെയ്യും. അപ്പൊ ആ ഒരു പേസായിട്ട് ഒത്തുപോകാൻ മിക്കവാറും ഒരു 60-65 മിനിറ്റേ കളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ സമയത്ത് നമ്മൾ മെസ്സിയുടെ കാര്യം, മെസ്സിക്ക് വേണ്ടി സെറ്റപ്പ് ചെയ്ത ഒരു അർജന്റീന ടീമാണ്, മാക്സിമം ഇമ്പാക്റ്റ് കിട്ടാൻ വേണ്ടി. അതുപോലെ അൾജീരിയ വല്ലതും ചെയ്യേണ്ടി വരും. പക്ഷെ ഇപ്പൊ ഒരു വ്യത്യാസമുള്ള എന്താന്ന് പറഞ്ഞാൽ, മാസഡോണ എന്ന് പറയുന്ന അവരുടെ ഇബ്രാഹിം ജർമ്മനിയിൽ കളിക്കുന്ന ചെറുപ്പക്കാരൻ ഒരു പ്ലേ മേക്കറും കൂടി ഉണ്ട്. അപ്പൊ അവിടുന്ന് ക്രിയേറ്റിവിറ്റി മാറിസിന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല ഇപ്പൊ വരുന്നത്. ഇപ്പൊ ആ ഡ്രോ ആയ ഒരു ത്രില്ലിംഗ് മാച്ച് ആയിരുന്നു 3-3 ഓസ്ട്രിയ ആയിട്ടുള്ളത്. അതിലെനിക്ക് തോന്നുന്നു ഒരു 110 പാസ്സൊറ്റ കളിച്ചു ഒരു അവസാനം, മറ്റൊരു ബോൾ തൊടാതെ. അപ്പൊ അങ്ങനെ ടെക്നിക്കലി വളരെ കഴിവുള്ള ആഫ്രിക്കൻ ടീംസിൽ വെച്ച് മൊറോക്കോ മാറ്റി നിർത്തിയ ഏറ്റവും ടെക്നിക്കൽ എബിലിറ്റി ഉള്ള ഒരു ടീം അൾജീരിയയാണ്. ഇതിനകത്ത് ഇപ്പം നമ്മളിപ്പോ സ്പെയിനിന്റെയോ പോർച്ചുഗലിന്റെയോ കളിനകത്ത് നമ്മളിപ്പോ ഒരു പ്രവചനം നടത്താത്ത രീതിയിൽ അവർക്ക് ഈ 2 കളിയിലും അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. അഡ്വാൻറ്റേജ് ജയിക്കുന്നല്ല. പക്ഷേ സ്വിറ്റ്സർലൻഡ് അൾജീരിയ കളിയിൽ ദിലീപിന് എന്തെങ്കിലും ആരെങ്കിലും ജയിക്കുമെന്ന് പറയാൻ പറ്റുമോ? എൻ്റെ മനസ്സിൽ സ്വിറ്റ്സർലൻഡ് ജയിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ എല്ലാ കളിക്ക് മുമ്പും ഈ പേര് പറയും, യോഹാൻ മൻസാന്തി. ഈ 21ാം നൂറ്റാണ്ടിൽ ആകെ 2 ചെറുപ്പക്കാരെന്ന് പറയുന്നത് ഞാൻ അണ്ടർ 21 നോക്കുന്നത്. ഒരു ലോകകപ്പിൽ ഇതിലും അധികം ഗോൾ അടിച്ചിട്ടില്ല. എംബാപ്പെ 4 അടിച്ചു 2018. ജർമ്മനിയുടെ തോമസ് മുള്ളർ 5 അടിച്ചു 2010. മാൻസാമ്പിക്ക് ഇപ്പൊ 3 അതില് പലതും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങിയിട്ട്, സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും അല്ല. അപ്പൊ അത്രയും കഴിവുള്ള ഒരു ഫിസിക്കൽ ഒരു ഫോഴ്സ് ഓഫ് നേച്ചറും കൂടി. ചിലപ്പോൾ കാണുമ്പോൾ എനിക്കൊരു ചെറുപ്പത്തിൽ ഒരു ലുക്കാക്കുന്റെ ഒക്കെ ഒരു ഇത് കിട്ടാറുണ്ട്. അത്രയും ശക്തിയും സ്പീഡും ഒക്കെ ഉള്ള ഒരു കളിക്കാരൻ, പക്ഷെ അതേസമയം ടെക്നിക്കും ഇതൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കളിക്കാരനെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഗ്രാൻഡ് ഷാക്ക ആണ് ടീമിന്റെ ഒരു സ്വിസ് വാച്ചിന്റെ ഇത്, മറ്റേ അതുപോലെ അത് നടത്തേണ്ടത് ഷാക്കയാണ്. മിഡ്ഫീൽഡ് മുഴുവൻ അവരെന്ത് ടെമ്പോയില് കളിക്കുന്നുള്ളത്. ഇന്നലെ ഇംഗ്ലണ്ടിന്റെ സാധ്യതയെക്കുറിച്ച് വളരെ കോൺഫിഡൻറ്റ്, വളരെ ഉറപ്പോട് കൂടിയിട്ടാണ് ദിലീപ് സംസാരിച്ചത്. ഞാൻ ഇന്നലെ കളി കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു അങ്ങനെ ആയിരിക്കും സംഭവിക്കുക എന്നുള്ളത്. പക്ഷെ എന്നാൽ പോലും ഇത്രയും സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള ഒരു ടീമിനോട് ശരിക്കും നമ്മളൊരു സിനിമാറ്റിക് കലാപമൊക്കെ കാണുന്ന പോലെയാണ് കോങ്കോ കളിച്ചത്. പേടിയാവുന്ന രീതിയിലാണ് കളിച്ചത്. കാരണം അതിനെങ്ങനെ ഇംഗ്ലീഷ് ടീം അതിനെങ്ങനെ സ്റ്റാൻഡ് ചെയ്യും എന്നുള്ളത് നമുക്ക് പേടിയോട്, അതായത് ഒരു ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ, മറ്റു രാഷ്ട്രീയങ്ങളൊന്നും അവിടെ പ്രസക്തമല്ലല്ലോ. അതിനെ എങ്ങനെ ഇംഗ്ലണ്ട് സർവൈവ് ചെയ്യും എന്നുള്ളത് പേടിയോടുകൂടി കാണുമ്പോഴാണ് കാര്യങ്ങളൊക്കെ തിരിഞ്ഞു മറയുന്നത്. പക്ഷെ ആദ്യത്തെ ഗോൾ എന്ന് പറയുന്ന ബ്രയാൻ സ്റ്റിപ്പാഗയുടെ ആ ഗോൾ ഉണ്ടല്ലോ, ആ ഗോൾ ഒരു മനോഹരമായ ഗോളല്ലേ? മനോഹരമായ ഒരു ഗോളാണ്. പക്ഷെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ആ റൈറ്റ് ബാക്ക് ഉണ്ടാവേണ്ട സ്ഥലത്ത് നിന്ന് ഒരു ആഫ്രിക്കയുടെ അത്ര സ്പേസ് ഉണ്ടായിരുന്നു, ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ അത്ര സ്പേസ് ഉണ്ട് ഷോട്ട് എടുക്കാൻ. എന്താ വെച്ചാൽ ആരും അവിടെ ഇല്ല ശരിക്കും. അവിടെ റൈറ്റ് ബാക്ക് അല്ലെങ്കിൽ റൈറ്റ് ബാക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സെന്റർ ബാക്ക് അങ്ങോട്ട് പോകണം. ഈ ഇംഗ്ലീഷ് ബാക്ക് ഫോറും ഒരുമിച്ച് കളിക്കാത്തത് കാരണം അവർ തമ്മിൽ ഒരു കോർഡിനേഷനും ഇല്ല. അപ്പൊ അത് നല്ല ടീംസിനെതിരെ വലിയ പ്രശ്നമാവാൻ പോവാ. പിന്നെ ഇതിപ്പോ കളി ജയിച്ചു ശരിയാണ്, അടുത്ത റൗണ്ടിലെത്തി. പക്ഷെ 1-0 ആയിരിക്കുമ്പോ ബിസയുടെ ഷോട്ട് ഒന്ന് പോസ്റ്റ് തട്ടി തെറിക്കും. അത് എങ്ങാനും ഗോളാണെങ്കിൽ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യേണ്ട തോമസ് ടൂക്കലിന്റെ റെസിഗ്നേഷൻ പ്രസ് കോൺഫറൻസ് ആയിരിക്കും. അതാണ് കളിയിൽ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അത് അത്രയും വലിയൊരു ഫാക്ടറാണ് ശരിക്കും. ഇപ്പോൾ ഇന്നലെ ദിലീപ് പറയുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് അവർ സ്ട്രാറ്റജിയിൽ മാറ്റി, ഇപ്പോൾ റൈസിനെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് അവരെങ്ങനെ ഇതിനെ മാറ്റം വരുത്തുന്നുള്ളത്. പിന്നെ അവസാനം
സബ്സ്റ്റിറ്റ്യൂട്ട്സിനെ ഇറക്കിയിട്ട് ചെയ്ത അതിലാണല്ലോ സബ്സ്റ്റിറ്റ്യൂട്ട്സിലാണ് ശരിക്കും കളി മാറിയത്. ആന്റണി ഗോർഡൻ പ്രത്യേകിച്ചും ഗോർഡൻ ടൂർണമെന്റ് തുടങ്ങിയത് വളരെ മോശമായിട്ടാണ്. പക്ഷെ ഇന്നലെ കാണിച്ചു എന്തുകൊണ്ടാണ് ബാഴ്സലോണ ഇയാൾക്ക് വേണ്ടി ഇത്രയും പൈസ കൊടുത്തത്. അത് മറ്റേ ഭാഗത്തുനിന്ന് ബുക്കായോ സാക്കിയും പിന്നെ വന്നപ്പോ എസേം കുറച്ച് വ്യത്യാസം ഉണ്ടാക്കി. അത് പിന്നെ റൈറ്റ് ബാക്കിലേക്ക് ഡെക്ടൻ റൈസ് പോവുകയും ചെയ്തു. റൈസിന് പണ്ട് സ്റ്റീവൻ ജെറാർഡ് ചെയ്തിരുന്ന പോലെ ഒരുവിധം എല്ലാ പൊസിഷനിലും കളിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ആ ജെഡ് സ്പെൻസിന് ഇല്ലാത്തൊരു ഡിസിപ്ലിനും പൊസിഷണൽ അവയർനെസ്സും ഒക്കെ റൈസിന് കാണിക്കാൻ പറ്റി. അവിടെ സാധാരണ കളിക്കുന്ന പൊസിഷൻ അല്ലെങ്കിൽ പോലും. ഇതിനകത്തെ ഒരു ഇപ്പൊ തോൽവിക്ക് ശേഷം പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മീഡിയയിൽ മുഴുവൻ പറയുന്നത് ഇംഗ്ലണ്ടിന്റെ വിജയമാണല്ലോ. അപ്പൊ തന്നെ അതിൽ വരുന്ന ഒരുപാട് ഡിസ്കഷൻസിൽ ഇപ്പൊ നമ്മുടെ ഏതാണ്ട് കേരളത്തിൽ ഈ കഴിഞ്ഞ LDF ഗവൺമെന്റ് തോറ്റ പോലെയാണ്. അതിനെപ്പറ്റിയുള്ള ചർച്ച പോലെ വലിയ ചർച്ച നടക്കുന്നുണ്ട്. കാരണം സ്ട്രക്ചറിലാണോ സിസ്റ്റത്തിൻ്റെതാണോ പ്രശ്നം, അതോ ഇൻഡിവിജ്വൽസിൻ്റെതാണോ പ്രശ്നം, അതായത് വ്യക്തികളാണോ തോൽപ്പിച്ചത് പാർട്ടിയാണോ തോൽപ്പിച്ചത് എന്നുള്ള രീതിയിലുള്ള ചർച്ചയുണ്ട്. ഇതിൽ ദിലീപിന് തോന്നുന്നത് ഇംഗ്ലണ്ടിന്റെ ആ ഒരു കൺഫ്യൂഷന്റെ കാരണം ഇംഗ്ലണ്ടിന്റെ സ്ട്രക്ചറാണോ? സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ കോങ്കോന്റെ ഗോള് പറഞ്ഞ പോലെ നിങ്ങൾ ഈ ഒരു മേജർ ടൂർണമെന്റിലേക്ക് വരുമ്പോഴല്ല നിങ്ങളുടെ ബാക്ക് ഫോർ എന്താന്ന് തീരുമാനിക്കുക. ഇപ്പൊ മിക്ക ടീംസിനെ നോക്കിക്കഴിഞ്ഞാൽ അത് എത്രയോ കാലമായിട്ട് സെറ്റാണ്. ഇപ്പൊ അറ്റ്ലീസ്റ്റ് ആ 2 സെന്റർ ബാക്സ് ആരാണെങ്കിലും അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇതിപ്പോ ഓരോ കളിയിലും ഓരോ പേരിങ് കളിച്ച പോലെ എല്ലാ കളിയിലും മാറ്റിയിട്ടില്ല, പക്ഷെ 1-2 കളിയിൽ അത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇന്നലെ സ്പെൻസിനെ റൈറ്റ് ബാക്ക് കളിപ്പിച്ചു. നിക്കോ റൈലി ശരിക്കും ഒരു ടിപ്പിക്കൽ ഒരു സ്പെഷ്യലിസ്റ്റ് ലെഫ്റ്റ് ബാക്ക് അല്ല. അപ്പൊ ഇങ്ങനത്തെ ഈ മേക്ക് ഷിഫ്റ്റ് പ്ലേയേഴ്സ് വെച്ച് കളിക്കുമ്പോൾ എപ്പോഴും നല്ല ടീമുകൾക്കെതിരെ നിങ്ങൾക്ക് പണി കിട്ടും. ഇപ്പൊ തന്നെ ഇന്നലെ രാത്രി തന്നെ മെക്സിക്കോ ഡ്രസ്സിംഗ് റൂമിൽ ആ ടാക്ടിക്സ് ബോർഡിൽ അവർ എഴുതി വെച്ചിട്ടുണ്ടാവും, ആ ഗിൽബർട്ടോ മോറെ ലെഫ്റ്റ് വിങ് കൂടി ഡ്രിബിൾ ചെയ്യും, കിനോണിഷ് ലോങ് ബോൾ റിസീവ് ചെയ്യാൻ അതിനു വേണ്ടി ഓടും. അത് അവർ തീരുമാനിച്ച് കഴിഞ്ഞു. എന്താ വെച്ചാൽ എല്ലാവരും കണ്ടു ഇംഗ്ലണ്ടിന്റെ വീക്ക്നെസ് എന്താണ്, അത് അവർ നിരന്തരമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്യും. ഈ ഹാരി കെയ്ൻ ഗോൾസ് വളരെ ഗംഭീരമായ ഗോളുകൾ തന്നെയാണ്. പിന്നെ പക്ഷെ നമുക്ക് ടോട്ടൽ കളി കാണുന്ന സമയത്ത് ഈ ഒരു സൈക്കോളജിക്കൽ ഷിഫ്റ്റ് ഇംഗ്ലണ്ടിന് കിട്ടുന്നത്, അതിൻ്റെ ഒരു കറേജ് കിട്ടുന്നുണ്ടല്ലോ, ആ ഒരു ഷിഫ്റ്റിംഗ് പോയിന്റ്, ശരിക്കും ടിൽറ്റിംഗ് പോയിന്റ് എന്താണ്? അതിന്റെ ടിൽറ്റിംഗ് പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ ആ വലിയ ചില കളിക്കാർ എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റീസ്. ഇപ്പൊ ഒരു കളി മാറ്റണമെങ്കിൽ ആ പേഴ്സണാലിറ്റി വേണം. അതിപ്പോ റൈസ് ആയാലും ജൂഡ് ബെല്ലിംഗം, ഹാരി കെയ്ൻ, ഇവരൊന്നും കളി വിട്ടുപോയി എന്ന് ഒരു സമ്മതിക്കാൻ ഒരു എന്തായാലും സമ്മതിക്കില്ല, അങ്ങനത്തെ കളിക്കാരാണ്. അപ്പൊ അത് കാരണം അവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പിന്നെ ആ 2 സബ്സ്റ്റിറ്റ്യൂട്ട് വന്നതോടുകൂടി കോങ്കോന്റെ വീക്ക്നെസ്, അവര് വളരെ നന്നായി ഡിഫെൻഡ് ചെയ്യണ ഒരു ടീമാണ്. പക്ഷെ ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു 90 മിനിറ്റ് ഇങ്ങനത്തെ ഇത്രയും മികച്ച കളിക്കാർക്കെതിരെ നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ അത് കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ കളിക്കാര് തളരും, ഗ്യാപ്സ് വരും. അതനുസരിച്ചിട്ട് ഇംഗ്ലണ്ട് ഗോൾ അടിക്കുകയും ചെയ്തു. ഈ മെക്സിക്കോയിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഹാരി കെയ്നെ പറ്റി ഒന്നും കൂടി സംസാരിക്കണം എന്നാ ദിലീപ്. കാരണം ഹാരി കെയ്ൻ അത്രയും ദിലീപ് ഫോളോ ചെയ്യുന്ന ഒരു കളിക്കാരനാണ്. എന്തെങ്കിലും തരത്തിലുള്ള കമ്പോഷർ, അദ്ദേഹത്തിന്റെ ടെമ്പറമെന്റ് ആണ് ഇതിലേക്ക്. ആ ഒരു മറ്റേ രണ്ടാമത്തെ ഗോൾ ശരിക്കും അത് ആരും നോക്കുന്നില്ല, ഗോളി തൊട്ട് ആരും അദ്ദേഹം അത് അടിക്കുമെന്ന് പോലും നമുക്ക് പ്രതീക്ഷയില്ലാത്ത. എനിക്കിത് ഓർമ്മ വന്നത് ശരിക്കും 36 കൊല്ലം മുമ്പ് കാമറൂൺ ഇംഗ്ലണ്ട് ഒരു ക്വാർട്ടർ ഫൈനൽ നടക്കുന്നു 90-ൽ. അപ്പൊ കാമറൂൺ 2-1 ലീഡ് ചെയ്തിട്ട് ഗാരി ലിനിക്കറിന്റെ ഗോൾസ് ആണ് ഇംഗ്ലണ്ടിനെ ജയിപ്പിക്കുന്നത്. അപ്പൊ അതേ ക്വാളിറ്റി എന്റെ അഭിപ്രായത്തിൽ ലിനിക്കറിന്റെ ഒരു സ്റ്റെപ്പ് മേതെയാണ് കെയ്ൻ, ഒരു കംപ്ലീറ്റ് ഫുട്ബോളറായിട്ട് നോക്കുമ്പോൾ. അത് ഭയങ്കര ഒരു കഴിവാണ് ഇവർക്ക്. ഒന്നാമത് ബോൾ എപ്പോ വരുന്നു. ഇന്നലെ ആകെ 12 പാസോറ്റേ കെയ്ൻ ടീംമേറ്റ്സിന് കൊടുത്തിട്ടുള്ളൂ. എന്നുവെച്ചാൽ അവർ അത്രയും ആ ചാൻസൽ എംബെമ്പ അത്രയും ടൈറ്റായി മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ചാൻസ് കിട്ടിയാൽ മതി ഇങ്ങനത്തെ കളിക്കാർക്ക്. അത് ഒന്ന് മറ്റേ ഗോർഡന്റെ ക്രോസ് ഹെഡ് ചെയ്ത് കൺവേർട്ട് ചെയ്യുന്നു, അത് മാത്രം കീപ്പർക്ക് എത്താൻ പറ്റിയില്ല. അത് കീപ്പർ ആദ്യം ഹൾക്കിനെ പോലെ അത്രയും ഗോള് നിറഞ്ഞു നിന്നിട്ട് കീപ്പറായിരുന്നു. പക്ഷെ രണ്ടാമത്തെ ഗോള് ലോകത്ത് ഒരു ഡിഫൻസിനും ഒരു കീപ്പർക്കും ഒന്നും ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ അത് അത്രയും അപ്രതീക്ഷിതമായിട്ട് ഹാഫ് ടേണിന് തിരിഞ്ഞ് ഷോട്ട് അടിക്കുകയാണ്.
ഇതില് ഒരു ഫുട്ബോൾ റൈറ്റർ എന്നുള്ള രീതിയിൽ ദിലീപ് കോങ്കോയുടെ ഒരു അവസ്ഥ ഉണ്ടല്ലോ. കാരണം പ്രത്യേകിച്ചും ഗോളി, അതിന്റെ മിഡ്ഫീൽഡ് ഒക്കെ തന്നെ നമുക്ക് അതിനിടയിൽ മുത്തുസ്വാമി എന്ന് പറയുന്ന ഒരാളെ ഒരുപാട് തമിഴൻ, അച്ഛൻ തമിഴൻ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അന്നേരമാണ് നമ്മൾ ആദ്യമായിട്ട് ഇളെ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഈ കോങ്കോയെ പറ്റിയുള്ള ദിലീപിന്റെ വിചാരങ്ങൾ എന്താണ്? അവര് തിരിച്ചു പോകുന്നത്, ഇത് വലിയൊരു വ്യത്യാസം. ഇവര് സയർ ആയിരുന്നപ്പോഴാണ് ആദ്യം കളിക്കേണ്ടത് 74. അപ്പൊ അവരൊരു കോമിക്കൽ ടീമായിരുന്നു. അതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ ഒരു മെപ്പു ഇലുങ്ക എന്ന് പറഞ്ഞൊരു ഡിഫൻഡർ, ബ്രസീലിനെതിരെ അവർ കളിക്കുമ്പോൾ ഡിഫൻസീവ് വാള് ഫ്രീ കിക്ക് എടുക്കാൻ പോവാ റിവലീനോ. അപ്പൊ ഇയാള് കിക്ക് എടുക്കണതിന് മുമ്പ് ഓടിപ്പോയി ബോൾ ചവിട്ടി അപ്പുറത്തേക്ക്. അപ്പൊ എല്ലാരും ഇംഗ്ലീഷ് കമന്റേറ്റേഴ്സ് ഒക്കെ പറഞ്ഞത് ഇവർക്ക് കളിയുടെ റൂൾസ് പോലും അറിയില്ല. അതായിരുന്നില്ല, ഇവര് പ്രതിഷേധിക്കായിരുന്നു. അവർക്ക് പ്രോമിസ് ചെയ്ത പൈസയും മറ്റേ ഡെയിലി അലവൻസ് ഇതൊന്നും മൊബൂട്ടുവിന്റെ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ പ്രതിഷേധത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇയാൾ വിചാരിച്ചു എനിക്ക് റെഡ് കാർഡ് കിട്ടും, എനിക്ക് പോയി ഇരിക്കാം, എനിക്ക് ഈ ടീമിന് വേണ്ടി കളിക്കണ്ട. പക്ഷെ റെഡ് കാർഡ് കിട്ടിയതുമില്ല, യെല്ലോ കാർഡ് റെഫറി കൊടുത്തുള്ളൂ. അപ്പൊ ആ സൈഡ് ടീം തിരിച്ചു പോകുന്നത് 14 ഗോള് വഴങ്ങിയിട്ട് ഒരു ഡിസ്ഗ്രേസിലാണ് പോയത്. അവരെ കുറെ പേര് അവിടെ തിരിച്ചെത്തിയിട്ട് ഉപദ്രവിക്കുകയും ചെയ്തു. മൊബൂട്ടോന്റെ ഒരു ബ്രൂട്ടൽ റെജീമായിരുന്നു, സീക്രട്ട് പോലീസ് ഇതൊക്കെ ആയിട്ട്. കുറെ പേര് ജോലിയൊന്നും ഇല്ലാതെ പട്ടിണിയൊക്കെ ആയിട്ടാണ് മരിച്ചത് ആ ടീമിൽ നിന്നുള്ളവർ. പക്ഷെ ഇവര് തിരിച്ചു പോകുന്നത് നാഷണൽ ഹീറോസ് ആയിട്ടാണ്. എന്താ വെച്ചാൽ അവർ അത്രയും അടുത്ത് വന്നു. ഒരു പോർച്ചുഗലിനെ ഡ്രോ പിടിച്ചു, ഒരു ലോകകപ്പിലത്തെ ഒരു ഫേവറേറ്റ് ടീം. പിന്നെ ഇംഗ്ലണ്ടിനെ ഏകദേശം ഇത്ര അടുത്തെത്തി തോൽപ്പിക്കാൻ. ഒരു പോസ്റ്റിന്റെ വീതിക്കാണ് ശരിക്കും പോയത്. ഈ ഗോൾ കീപ്പറെ പറ്റി എങ്ങനെയാ, നമ്മൾ എന്തായാലും പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതെ, ചില സേവ്സ് ഒന്നും നമുക്ക്, അത് ഓരോരുത്തരുടെ ദിവസമാണ്. നമ്മൾ ബോസീനിയുടെ കാര്യം മുമ്പ് പറഞ്ഞു, മറ്റേ എലോയ് റൂമിന്റെ, ഇവരൊക്കെ അവർക്ക് ഓരോരുത്തർക്കും ഓരോ ദിവസം ഉണ്ടാവും. അത് പക്ഷെ ഇതാരും മറക്കാൻ പോകില്ല. ഈ കളി കണ്ട ആരും ഈ ഒരു പ്രദർശനം മറക്കില്ല. അത് ജയിച്ചത് ഇംഗ്ലണ്ട് ആയിരിക്കും, പക്ഷെ അത് തീർച്ചയായിട്ടും എംപാസി എന്നുള്ള പേര് ഓർമ്മിക്കും ആൾക്കാർ. ഇനിയിപ്പം മെക്സിക്കോനെയാണല്ലോ ഇംഗ്ലണ്ട് നേരിടേണ്ടത്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. എന്നാലും ഇംഗ്ലണ്ട് അതിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ്. പക്ഷേ അതിന് എക്വിപ്ഡ് ആണോ ഇപ്പോഴത്തെ ഒരു ടീം എന്നുള്ളത്, പിന്നെ മാത്രമല്ല എന്തൊക്കെ ഒരു സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ആണ് ഇംഗ്ലണ്ട് ചെയ്യേണ്ടത്? വലിയൊരു അപ്ഗ്രേഡ് ഫിറ്റ്നസ് ആണ്. എന്ന് വെച്ചാൽ മെക്സിക്കോ സിറ്റി എന്ന് പറഞ്ഞാൽ 7200 അടിയാണ് ഓൾട്ടിറ്റ്യൂഡ്. അപ്പോൾ 60 മിനിറ്റ് കഴിയുമ്പോഴേക്കും കാറ്റ് പോകും. അതിന് യൂസ്ഡ് അല്ലാത്തവർ. മെക്സിക്കോ അവരുടെ കളികളൊക്കെ അവിടെയാണ് കളിച്ചത്. ഞാൻ എവിടെ വായിച്ചു 89 കളിയൊക്കെയാണ് അവർ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ കളിച്ചത്. അതിൽ 2 തോറ്റിട്ടുള്ളത്, 2 89. അപ്പൊ അത്രയും ശക്തമായൊരു ടീമാണ്. അവരുടെ ഒരു ഫോർട്രസ് ആണ് ശരിക്കും ഈ സ്റ്റേഡിയം. പിന്നെ അവര് ഇംഗ്ലണ്ടിന്റെ കളി കണ്ടിട്ടുമുണ്ട്, എന്താണ് അവരുടെ വീക്ക്നെസ് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷെ ഇതൊക്കെ പറഞ്ഞിട്ടും ഇംഗ്ലണ്ടിന്റെ സ്ക്വാഡ് ക്വാളിറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ജയിക്കാൻ പറ്റണ ഒരു കളിയാണ്. പക്ഷെ അത് എത്രത്തോളം നന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്സിനെ ഉപയോഗിക്കുന്ന ഈ കളിയിൽ ശരിക്കും ചെയ്തു അത്. അതുപോലെ മറ്റേ ഈ മെക്സിക്കോ ആയിട്ടും 60 മിനിറ്റ് കഴിഞ്ഞാൽ മാറ്റങ്ങൾ വരേണ്ടി വരുന്ന ഉറപ്പാണ്. ഈ ഓൾട്ടിറ്റ്യൂഡ് കാരണം കളിക്കാരുടെ ഫിറ്റ്നസ് വേഗം പോകും. അപ്പൊ ആ മാറ്റങ്ങൾ ആര് തുടങ്ങണു, ആര് സബായി വരുന്നു, ഇതനുസരിച്ചിട്ടാണ് ഇംഗ്ലണ്ട് മുന്നോട്ട് പോവില്ല എന്ന് തീരുമാനമാവും. ബെൽജിയം സെനഗൽ കളിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇപ്പൊ നേരത്തെ ടി വി ഒക്കെ ഓഫ് ചെയ്ത് പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പിന്നെ രാവിലെ കാണാമെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരൊക്കെ തകർന്നു പോയ ഒരു സംഭവമാണ്. കാരണം ഒന്ന് ടോയ്ലറ്റിൽ പോയി തിരിച്ചു വരുമ്പോഴേക്ക് വരെ കളി 162 സെക്കൻഡ് കൊണ്ട് സംഗതി മാറി. പക്ഷെ ഇതിനകത്ത് നമ്മൾ പിന്നെ ഒരു ഇൻഡെപ്ത് അനാലിസിസിലേക്ക് ദിലീപിനെ പോലത്തെ ഒരാൾ വരുന്ന സമയത്ത് ഇതിനകത്ത് ഇപ്പോൾ നമ്മുടെ റൂദി ഗാർസിയ ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രതിസ്ഥാനത്ത് ഇപ്പം നിൽക്കുന്നത്. കാരണം ആദ്യ പകുതിയിൽ അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി പാളിയതാണ് ബെൽജിയത്തിന് സംഭവിച്ചതെന്നാണ് പറയുന്നത്. സെനഗൽ കളിച്ചതിനേക്കാളും കൂടുതൽ ബെൽജിയത്തിന്റെ സ്ട്രാറ്റജി പാളിയതാണ്. അതിൽ എനിക്ക് വലിയ യോജിപ്പില്ല. അവരുടെ കളിക്കാർ നന്നായി കളിച്ചില്ല. പിന്നെ സെനഗലിന്റെ 2 ഗോൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര 2 ഗോളായിരുന്നു. ഒന്ന് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാദിയോ മാനേക്ക് ഇതുവരെ തിളങ്ങാൻ പറ്റിയിട്ടില്ല എന്ന്. പക്ഷെ ആദ്യത്തെ ഗോള് സെറ്റപ്പ് ചെയ്യുന്നത് മാനയുടെ ക്രോസ്, അത് സാറിന്റെ ഹെഡർ പോസ്റ്റ് പോയി തട്ടിയിട്ടാണ് ഡിയാറെ കൺവേർട്ട് ചെയ്യുന്നത്.
പിന്നെ സെനഗൾ അവരുടെ ആ ഫിസിക്കാലിറ്റി കാരണം അവർക്ക് ആ പകുതി കൺട്രോൾ ചെയ്യാൻ പറ്റി. അവസാനം കുറച്ച് ബെൽജിയം തിരിച്ചു വന്നെങ്കിലും പിന്നെ രണ്ടാം പകുതിയിലത്തെ ആ ഗോള് അതിപ്പോ ഒരു സ്ട്രാറ്റജിക്കും തടുക്കാൻ പറ്റില്ല. അത് ഇപ്പൊ ഒരു യൂറോപ്യനാണ് അത് അടിക്കണം. ഇപ്പൊ ഡെനിസ് ബർഗ്കാമ്പ് ഇതേപോലെ അർജന്റീനക്കെതിരെ 98 ഒരു 60 മീറ്റർ വന്ന പാസ് കൺട്രോൾ ചെയ്തിട്ട് ഫിനിഷ് ചെയ്യുന്നു. ഇത് ചെസ്റ്റിൽ കൺട്രോൾ ചെയ്തിട്ടാണ് സാറ് ഫിനിഷ് ചെയ്യുക. അത് ഭയങ്കര ഒരു വേൾഡ് ക്ലാസ് എന്നും പറഞ്ഞാൽ പോരാ, അങ്ങനത്തെ ഒരു ഫിനിഷാണ്. എന്നിട്ടും അവർ കളി തോൽക്കുന്നു. എന്തുകൊണ്ട്? അനുഭവമില്ല. ഈ ലെവലില് വലിയ കളികൾ കളിച്ച് ഗെയിം മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരിതുണ്ട്. ഇപ്പൊ ബെൽജിയം രണ്ടാം പകുതിയിൽ ഇങ്ങനെ തിരിച്ച് വരാൻ തുടങ്ങി. രണ്ട് പ്രധാനപ്പെട്ട കളിക്കാരെ മാറ്റി. 56-ാം മിനിറ്റില് ഡിബ്രോയിനെയും ഡോക്കും ബെഞ്ചിലേക്ക് പോന്നു. വേറെ കളിക്കാർ വരുന്നു. തോമസ് മോയിനിയർ 78-ാമത്തെ മിനിറ്റിലായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയി വരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് സെനഗൾ ആദ്യം ഡോമിനേറ്റ് ചെയ്തു. പിന്നെ എന്താണെന്നറിയില്ല, ഒരു 82-83 മിനിറ്റ് ആയപ്പോ അവര് തീരുമാനിച്ച പോലെയായിരുന്നു കളി കഴിഞ്ഞു, ഇനി നമുക്ക് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാന്നുള്ള പോലെ. അപ്പൊ പിന്നെ ബെൽജിയം ആദ്യം മുന്നേറി. പിന്നെ ലുക്കാക്കു എന്ന് പറഞ്ഞ ഒരു സ്ട്രൈക്കർക്ക് ഒന്നുമില്ല, ഇപ്പൊ ഫിറ്റ്നസ് തീരെയില്ല. മാച്ച് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ 0 ആണ്. പണ്ടത്തെ സ്പീഡില്ല. പക്ഷെ ഇവർക്കൊക്കെ ഉള്ളത് എന്താ, ഇപ്പൊ നമ്മൾ ഹാരി കെയിന്റെ കാര്യം പറഞ്ഞാൽ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. അതില്ലാതെ 92 അന്താരാഷ്ട്ര ഗോളൊന്നും നിങ്ങൾ അടിക്കില്ല. എത്രയോ 100 കണക്കിന് ക്ലബ് ഗോളും അടിച്ചിട്ടുണ്ട്. അപ്പൊ ആ ക്രോസ് വരുമ്പോ എവിടെ എത്തണം, എങ്ങനെ ടച്ച് ചെയ്യണം, അത് എന്താ പറയുക, ഒരു പ്രീ പ്രോഗ്രാംഡ് സോഫ്റ്റ്വെയർ എന്നൊക്കെ പറയണ പോലെ അതറിയാം. അത് അവിടെ എത്തി, അത് കൺവേർട്ട് ചെയ്തു, കളി ആകെ മാറി. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗോൾ കീപ്പർ എഡ്വാർഡ് മെൻഡി ഇല്ലാത്ത കാരണം വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു ഗോൾ കീപ്പർ ആകെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കണം. അതിന് ബെൽജിയം 2-2. അതാണ് വലിയൊരു വ്യത്യാസം വന്നത് ആ ഒരു ഫേസിലാണ്. ഇപ്പൊ ബ്രോയിൻ ആൻഡ് ഡോക്കുന മാറ്റിയല്ലോ, ജെറമി ഡോക്കുനയും ബ്രോയിനും മാറ്റുന്നു. അത് വലിയ ക്രിറ്റിസൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തുള്ള കമന്ററിയിലും എല്ലാവരും പറഞ്ഞത് ഈ ഗാർസിയയുടെ ഒരു നിലപാടില്ലായ്മയാണ്, അല്ലെങ്കിൽ ഗാർസിയക്ക് കളി മനസ്സിലാവുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ. ഡിബ്രോയിനെ പക്ഷെ നന്നായി കളിച്ചില്ല എന്നല്ലേ. ഡോക്കുവിന്റെ കുറച്ച് നല്ല ഫേസസ് ഉണ്ടായിരുന്നു, പക്ഷെ പലപ്പോഴും ആ ഫൈനൽ ബോള് നല്ല പാസ് ഒന്നും ആയിരുന്നില്ല. ഞാനും ശരിക്കും അതിശയപ്പെട്ടു. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കളി ചേസ് ചെയ്യുമ്പോ 2-0 ആകുമ്പോ പ്രത്യേകിച്ച് നിങ്ങൾ 2 മാച്ച് വിന്നേഴ്സിനെ അല്ല സാധാരണ പിൻവലിക്കുക. പക്ഷെ അതെന്തോ ഭാഗ്യത്തിന് ഒരു കളിക്കാരന്റെ പേര് എനിക്ക് എടുത്തു പറയണം. ലിയാൻഡ്രോ ട്രോസാർഡ് ഇപ്പൊ ആർസണലിന് പ്രധാനപ്പെട്ട ഒരു കളിക്കാരനാണ്. ബാക്കിയുള്ളവർക്ക് കിട്ടണ അറ്റൻഷൻ ഒന്നും കിട്ടാറില്ല. പക്ഷെ ഞാൻ ആദ്യം വാച്ച് ചെയ്യുന്നത് ബ്രൈറ്റണ് കളിക്കുമ്പോഴാണ്. ശരിക്കും ഒരു ഫൈറ്ററാണ്. അങ്ങനത്തെ ഒരു കളിക്കാരനുള്ളപ്പോ ഒരു ടീം ഒരിക്കലും ഒരു കളി തോൽക്കില്ല. ആ ട്രോസാർഡിന്റെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ശരിക്കും ആ രണ്ടാമത്തെ ഗോളിനുള്ള ക്രോസ് ട്രോസാർഡിന്റെ ആണ് വരുന്നത്. മറ്റേ ഇതിനും പെനൽറ്റി കിക്ക് ഫൗൾ ചെയ്തത് യൂറി ടിലെമൻസിനാണ്. പക്ഷെ ആ മൂവില് ട്രോസാർഡിന് പങ്കുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു കളിക്കാരന്റെ ആ ഒരു എന്താ പറയുക, ഒരു സൗത്ത് അമേരിക്കയിൽ അവരതിന് ബ്രോങ്ക എന്ന് പറയും, ഒരു തെരുവിൽ വളർന്ന ഒരാൾക്കുള്ള ഒരു എന്താ പറയുക, ഒരു ഫൈറ്റിംഗ് സർവൈവൽ സ്പിരിറ്റ് എന്നൊക്കെ പറയുന്നത്. അത് ട്രോസാർഡിനുണ്ട്. അങ്ങനത്തെ ഒരു കളിക്കാരൻ എല്ലാവരും ചാമ്പ്യൻ ടീമിന് ആവശ്യം. ഈ ഇതിനകത്ത് നമ്മള് ഈ അവസാനം അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന 2 തിരിച്ചടി ഗോളുകൾ, അതായത് ലെവൽ ചെയ്യുന്നു, പിന്നീട് നടന്ന സംഭവങ്ങളെ അത് ദിലീപ് ശരിക്കും ഒരു ഫുട്ബോൾ റൈറ്റർ എന്നുള്ള രീതിയിലും ആസ് എ പേഴ്സൺ, ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിലും അതെങ്ങനെയാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായി ഇപ്പം ആ പെനാൽറ്റി എന്ന് പറയുന്നത്. അത് പക്ഷെ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഒരിക്കൽ അത് വാറിലേക്ക് പോയി കഴിഞ്ഞാല് അത് ഇപ്പൊ മറ്റേ ഹാരി കെയിന്റെ ഒന്നും കൊടുത്തില്ല. മറ്റേ റെഫറി ഡൈവ് ചെയ്തു എന്ന് പറഞ്ഞു, പക്ഷെ യെല്ലോ കാർഡ് കൊടുത്തതുമില്ല. സാധാരണ ഒരു കളിക്കാരൻ ഡൈവ് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ സിമുലേഷന് യെല്ലോ കൊടുക്കേണ്ടത്. പക്ഷെ അതെനിക്ക് മനസ്സിലാക്കുക എന്താ വെച്ചാൽ, കെയിൻ കീപ്പറെ പോയി തട്ടിന്ന് വേണമെങ്കിൽ ഓരോ നിങ്ങൾ എങ്ങനെ നോക്കണമെന്നനുസരിച്ചിരിക്കും. പക്ഷെ ഇതില് ബോളായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല ലമീൻ കമറയുടെ ഭാഗത്തുനിന്ന്.
കാലാണ് പോയി തട്ടുന്നത്. അപ്പൊ ബോക്സിലാവുമ്പോ അത് ബോക്സിന് പുറത്താണെങ്കിൽ അത് ഉറപ്പായിട്ടും ഫൗള് കൊടുക്കും. അപ്പൊ ഉള്ളിലാവുമ്പോ പെനൽറ്റി കൊടുക്കാതെ നിർത്തില്ല. അത് പക്ഷെ അവർക്കൊരു ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ഇതാണ്, അതിലൊരു സംശയമില്ല. ഇത്രയും നന്നായി കളിച്ചൊരു ടീം ഇത്ര അടുത്തെത്തിയതായിരുന്നു ഒരു വളരെ ഒരു ഫേമസ് വിക്ടറിക്ക്, പക്ഷെ അത് പറ്റിയില്ല. ഈ സെനഗലിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു വലിയ മേജർ ടൂർണമെന്റിന്റെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ രണ്ടാമത് സംഭവിക്കുന്നത് മൊറോക്കോയിലും അന്നത്തെ അതിലും പല റെഫറിങ്ങിനെ പറ്റി പല വിമർശനങ്ങളുണ്ടായിരുന്നു. എന്നിട്ടാണ് അവർ ഇറങ്ങിപ്പോയത്. അതെ. അപ്പം ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെസിഷന്റെ അകത്ത് മാനുഷികതയുടെ ആവശ്യമൊന്നും വരുന്നില്ല. എന്നാൽ ഇന്നലത്തെ കളീനെ ഒരു ടോട്ടൽ റിവ്യൂ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ദിലീപ്, അത്രയും മികച്ചൊരു കളിയായതുകൊണ്ടാണ് കളിയെ മാത്രം വെച്ചിട്ടെന്ന് പറയാൻ? കളിയെ വെച്ച് മാത്രം നോക്കുമ്പോ ശരിക്കും 90 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാല് സെനഗൽ ജയം അർഹിച്ചൊരു ടീമാണ്. പക്ഷെ ആ 2-3 മിനിറ്റില് ബെൽജിയത്തിന്റെ ഈ ബിഗ് ടൂർണമെന്റ് അനുഭവം ശരിക്കും ബിഗ് ടൂർണമെന്റ് അനുഭവം എന്ന് മാത്രമല്ല, ഈ കളിക്കാർക്കുള്ള പേഴ്സണൽ ആയിട്ടുള്ള അനുഭവം. ഇപ്പൊ ട്രോസാർഡ് ഇപ്പൊ ഈ ഇടയ്ക്ക് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കളിച്ച കളിക്കാരനാണ്. ഡിബ്രോയിന് എല്ലാ ട്രോഫിയും ജയിച്ചിട്ടുണ്ട്. പക്ഷെ ഡിബ്രോയിനെ പിച്ചിൽ ഉണ്ടായിരുന്നില്ല. ലുക്കാക്കു ഒരുവിധം എല്ലാ ട്രോഫിയും നേടിയിട്ടുണ്ട്. ഇവരുടെ ഒക്കെ അനുഭവം അപ്പൊ കാണുന്നതാണ് നമ്മൾ ആ സമയത്ത്. സെനഗലാണെങ്കിൽ ആ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്ത് അവരുടെ കോൺസെൻട്രേഷൻ കുറച്ച് ഓഫായിപ്പോയി. അതാണ് ഈ അനുഭവം ഉള്ള ടീമും ഇല്ലാത്ത ടീമും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം. USA-യും ബോസ്നിയ ഹെർസഗോവിനയും തമ്മിലുള്ള കളി, അതിനകത്ത് ശരിക്കും ഒരു ഡോമിനന്റ് ആയിട്ടുള്ള കളിയാണ് USA നടത്തിയിട്ടുള്ളത്. മാത്രമല്ല ഈ XG ഫാക്ടറിലൊക്കെ 0.92 ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ പ്രതീക്ഷിച്ചത്ര ഗോളുകൾ വന്നിട്ടില്ല. കളി തുടങ്ങിയത് വളരെ നന്നായിട്ടായിരുന്നു. എഡിൻ ജെക്കോന്റെ ഒരു ലോങ് ബോൾ കൺട്രോൾ ചെയ്തതും മറ്റേ കളിക്കാരനെ സെറ്റപ്പ് ചെയ്യുന്നതും പിന്നെ ഒരു കോർണർ ഏകദേശം ഗോളായി 10ാമത്തെ മിനിറ്റില്. അപ്പൊ അത് തുടങ്ങിയത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഒരു ഞെട്ടിക്കൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ പിന്നെ US കൺട്രോൾ എടുത്തു കുറെ. അല്ല, അതിനകത്ത് പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് US-ന്റെ മുന്നോട്ടുള്ള കളികളെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? നമുക്ക് ഒരു എനിക്ക് ബെൽജിയമിനാണ് കളിക്കുന്നത്. മാത്രമല്ല ബെൽജിയമിനാണ് കളിക്കുന്നത് മാത്രമല്ല ഒരു കാണികളൊക്കെ ഭയങ്കരമായിട്ട് US-ന്റെ ഒരു മുന്നോട്ട് പോക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. കൺട്രി റോഡ്സിന്റെ ഇതൊക്കെ വെച്ച് സിയാറ്റിലാണ് കളി നടക്കാൻ പോകുന്നത്. സിയാറ്റിലത്തെ സോണിക് ബൂം ഭയങ്കര ഫേമസ് ആണ്. ഏറ്റവും ലൗഡ് ഒരു സ്റ്റേഡിയമാണ്. അപ്പൊ 100% സപ്പോർട്ട് ഉണ്ടാവും അമേരിക്കൻ ടീമിന്. വലിയൊരു പ്രശ്നം വരാൻ പോകേണ്ട അവരുടെ ഒരു ട്രൂലി വേൾഡ് ക്ലാസ് സ്ട്രൈക്കർ എന്ന് പറയാണ്ട് ബാലഗുൺ സസ്പെൻഡഡ് ആണ്. അതും സംസാരിക്കേണ്ട ഒരു കാര്യം, കാരണം അതൊരു മേജർ ഫൗൾ തന്നെയാണോ? അത് കൊടുക്കാതെ ഒരു നിർത്തിയില്ല. എന്താ വെച്ചാൽ അത് അങ്ങനെ ഒരു കളിക്കാരന്റെ ആങ്കിൾ അങ്ങനെ അത് ഒരു ഫുട്ബോൾ അല്ല, ഡെലിബറേറ്റ് അല്ല, അതാണ് പ്രശ്നം. ഇന്റന്റ് ഇയാളുടെ കാലൊടിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടല്ല, ബാലൻസ് ഇല്ലാതെ പറ്റിപ്പോയതാണ്. പക്ഷെ അങ്ങനത്തെ ഒരു ടാക്കിൾ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ റെഫറീസിന് കൊടുത്തിട്ടുള്ള നിർദ്ദേശം കാർഡ് കൊടുക്കണം എന്നാണ്. അതാണ് ഇപ്പൊ മെസ്സിയുടെ കാര്യത്തിൽ ഇത്രയും വലിയ ചർച്ചയായത്. ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഒരാളെ ചവിട്ടുമ്പോ എങ്ങനെ നിങ്ങൾ കാർഡ് കൊടുക്കാതിരുന്നു? എന്താ വെച്ചാൽ കിട്ടിയിട്ടുള്ള നിർദ്ദേശം നിങ്ങൾ കാർഡ് കൊടുത്തോളണം എന്നാണ്. അപ്പൊ ഇതില് ബെൽജിയം ഒരു ഭയങ്കര ഒരു റീവിറ്റലൈസ്ഡ് ഭയങ്കര ഊർജ്ജത്തോട് കൂടിയിട്ടല്ലേ വരുന്നത് കളിയിലേക്ക്? കാരണം ഇന്നലത്തെ കളിയെ വരെ ഭയങ്കരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവുന്ന വിചാരിക്കേണ്ടത്. പക്ഷെ ആകപ്പാട് ഒരു ടീമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയാണ് എത്രയോ നന്നായി കളിച്ചിട്ടുള്ളത്. അവര് തോറ്റ കളിയിലും കൂടി അവര് വളരെ നന്നായി കളിച്ചു. അതെ, അപ്പൊ അവർക്ക് ബെൽജിയത്തിന്റെ എതിരെ അവര് നല്ല കോൺഫിഡന്റ് ആയിട്ട് തന്നെ പോവുക. അവർ ആര് സെൻട്രൽ സ്ട്രൈക്കറായിട്ട് ആരെ കളിപ്പിക്കും? മിക്കവാറും ജോർജ് വേയുടെ മകന് ടിമോത്തി വേറ്റി ആയിരിക്കും കളിക്കുക, അറിയില്ല. പക്ഷെ അവർക്ക് ഇഷ്ടം പോലെ മാച്ച് വിന്നേഴ്സ് ഉണ്ട്. ഇപ്പൊ നല്ല ഫുൾ ബാക്സ് ആണ്, നല്ലൊരു ഡിഫെൻസീവ് പെയറിംഗ് ആണ്. മിഡ്ഫീൽഡിൽ നിന്ന് കുറെ ചാൻസ് സൃഷ്ടിക്കുന്നുണ്ട്. പുളിസിച്ച് ഇപ്പൊ ഫിറ്റ് ആണ്. ബെൽജിയം ഇത്രയും മോശമായി കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജയിക്കാൻ ഒരു സാധ്യതയില്ല. US-ന്റെ എതിരെ 4 മിനിറ്റ് ഒന്നും കളിച്ചാൽ പോരാ. ശരിക്കും 90 മിനിറ്റ് തന്നെ നല്ല ഫുൾ ഇന്റൻസിറ്റിയോട് കൂടി കളിക്കേണ്ടി വരും. അതവർക്ക് പറ്റുമോ എന്ന് എനിക്കറിയില്ല.